+1 കമ്പ്യൂട്ടർ സയൻസിലെ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ അൾജിബ്ര എന്ന സെക്കൻഡ് യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലെ പകുതി ഭാഗമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നമ്പർ സിസ്റ്റം? നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്? നമ്പേഴ്സിന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിതിനൊരു ഡെഫിനിഷൻ എഴുതാം. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെൻ്റ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ഉണ്ട്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടാൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതിൽ നിന്ന് PYQ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പറയാം. ഫസ്റ്റ്, എന്താണ് നമ്പർ സിസ്റ്റം? സെക്കൻഡ് വൺ, ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം. പിന്നെ ഓരോ ടൈപ്പിനെ കുറിച്ചും എന്താണ് ഡെസിമൽ നമ്പർ സിസ്റ്റം, എന്താണ് ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടാൽ നമ്പർ സിസ്റ്റം, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്പർ സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ഓരോ നമ്പർ സിസ്റ്റത്തിനും ഞാൻ ഓരോ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം, 10 അല്ലേ? ഓക്കെ, ഇനി ബൈനറി, ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അല്ലേ? ഒക്ടോപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? 8 കാലുള്ള എന്നല്ലേ? അപ്പോൾ 8. ഹെക്സാഡെസിമൽ, ഇത് 6 ആണ്, ഡെസിമൽ 10 ആണ്, 16. അപ്പോൾ ഓരോ നമ്പറിനും ഞാൻ ഓരോ നമ്പർ സിസ്റ്റത്തിനും ഓരോ നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ നമ്പേഴ്സിനെ ബേസ് ഓഫ് നമ്പർ സിസ്റ്റം എന്ന് പറയും. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെത് 10, ബേസ് 10 ആണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2 ആണ്. ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 8 ആണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 16 ആണ്. ഓക്കെ ആണല്ലോ? എന്താണ് ബേസ് എന്ന് പറയാം. ഇവരെ ഒന്ന് ഞാൻ ഇവരുടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഡിഫറൻസ് എന്താണ്? ഇവർക്ക് ഓരോരുത്തർക്കും യുണീക്കായിട്ട് ബേസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കൺവേർഷൻ. ഇവരെ ഈ ബൈനറിയെയും ഒക്ടാലിനെയും ഹെക്സാഡെസിമലിനെയും ഞാൻ ഈ ആദ്യത്തെ നമ്പർ സിസ്റ്റമായിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പറിലോട്ട് മാറ്റുന്നു. അഥവാ ബൈനറി നമ്പറിനെയും ഒക്ടാൽ നമ്പറിനെയും ഹെക്സാഡെസിമൽ നമ്പറിനെയും ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു കൺവേർഷനും കൂടി ഞാൻ പഠിക്കുന്നു. ശ്രദ്ധിക്കണേ, എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ നമ്പർ സിസ്റ്റവും എന്താണെന്ന് പഠിക്കാം. അതിനുശേഷം കൺവേർഷനും പഠിക്കാം. ആദ്യത്തെ ടൈപ്പായിരുന്നു ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതിന് ഞാനൊരു നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ബേസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ബേസ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റം നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇതിലുള്ള നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ 10 സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ 10 നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഥവാ 8, 9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെസിമൽ നമ്പറാണെന്ന് നമുക്ക് പറയാം. കാരണം ഈ നമ്പേഴ്സിലുള്ള നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻസ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ 89 എന്ന് പറയുമ്പോൾ മസ്റ്റായിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഒരു 10 കൊടുക്കണം, അല്ലെങ്കിൽ ഡെസിമൽ 89 എന്ന് പറയണം. അപ്പോഴേ അതൊരു ഡെസിമൽ നമ്പർ എന്നാവുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള നമ്പേഴ്സും എഴുതുമ്പം കൺഫ്യൂഷനാവും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും, ഒന്നുകിൽ ഡെസിമൽ നമ്പർ 89 എന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ 10 ബേസ് 10 എന്ന് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് അടിയിൽ കൊടുക്കും. ഓക്കെ ആണല്ലോ? ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ബേസ് 10 ആയതുകൊണ്ട് തന്നെ ഞാൻ ബേസ് 10 നമ്പർ സിസ്റ്റം എന്നും പറയൂ കേട്ടോ. ഓക്കെ, ഇനി ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എത്ര സിമ്പിൾസ് ആണ് അതിൽ യൂസ് ചെയ്തത്? 10 ആണല്ലേ. അപ്പോൾ ബേസ് ഓർ റാഡിക്സ് എന്ന് പറഞ്ഞാൽ ഇസ് നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ നമ്പർ സിസ്റ്റം. ആ നമ്പർ സിസ്റ്റത്തിൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ 10 സിമ്പിൾസ് അല്ലേ, അപ്പോൾ 10 ആണ് അതിൻ്റെ ബേസ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് PYQ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് PYQ ഈ റാഡിക്സ് എന്താ, ബേസ് എന്താന്ന് ചോദിക്കാം. പിന്നെ ഡാഷ് ഈസ് നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ നമ്പർ സിസ്റ്റം എന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി വെയ്റ്റ് ഓഫ് ഡിജിറ്റ് മറ്റൊരു കൺസെപ്റ്റാണ്. അപ്പം ഞാൻ ഒരു നമ്പർ എഴുതി 89 എന്ന് പറയുന്നത് ഒരു ബേസ് 10 നമ്പറാന്ന് പറഞ്ഞു. വെയ്റ്റ് ഓഫ് ഡിജിറ്റ് എന്ന് പറയുമ്പം ഓരോ ഡിജിറ്റിനും ഓരോരോ വെയ്റ്റ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഈ വെയ്റ്റ് നോക്കുന്നത് അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ നോക്കിയിട്ടാണ്. നമ്മൾ പറയാറില്ലേ ഒറ്റ, 10, 100 എന്നൊക്കെ പറയാറില്ലേ. ഇത് ഒറ്റ, ഇത് 10, ഇത് 100 എന്ന് നമ്മൾ എണ്ണാറില്ലേ, അഥവാ വൺസ്, ടെൻസ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അത് തന്നെയാണ് വെയ്റ്റ് എന്ന് പറയുന്നത്. ഈ 9ൻ്റെ വെയ്റ്റ് എന്താണ്? ഈ 9 ഈ പൊസിഷനിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 9ൻ്റെ വെയ്റ്റ് എന്താണ്? ഒറ്റയാണ് അല്ലേ. നമ്മൾ വൺസ് എന്ന് പറയൂലേ. 8ൻ്റെതോ ടെൻസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് വെയ്റ്റ് എന്ന് പറയുന്നത്. വെയ്റ്റ് എപ്പോഴും അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ടായിരിക്കും അല്ലേ. ഈ 9 പിറകിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 10 ടെൻസ് ആണ് വരിക അല്ലേ. മീൻ ഈ ഫസ്റ്റ് നമ്പറല്ല, സെക്കൻഡ് നമ്പറാണ്, അതുകൊണ്ട് തന്നെ ടെൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ റിലേറ്റീവ് പൊസിഷൻ നോക്കിയിട്ടാണ്. വെയ്റ്റ് ഓഫ് ഡിജിറ്റ് ഡിപ്പെൻസ് ഓൺ their റിലേറ്റീവ് പൊസിഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നും പേരുണ്ട് കേട്ടോ. പൊസിഷണൽ നമ്പർ സിസ്റ്റം അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ, അതിലുള്ള ഡിജിറ്റ്സിൻ്റെ വെയ്റ്റ് എപ്പോഴും അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്യും. നോക്കിക്കേ, 89ൻ്റെ വെയ്റ്റ് ഞാൻ എങ്ങനെ എഴുതുന്നത്? വെയ്റ്റ് എഴുതുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബേസിനെ കൂടെ പിടിക്കണം. എന്നിട്ട് ബേസിൻ്റെ പവർ ഇൻക്രിമെൻ്റ് ചെയ്ത് വരും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പം നോക്കിക്കേ, 10⁻0 പവർ 0യിൽ സ്റ്റാർട്ട് ചെയ്യുക, 10⁻1 പവർ ഇൻക്രിമെൻ്റ് ചെയ്ത് വരിക. അപ്പം 9ൻ്റെ വെയ്റ്റ് 10⁻0 ആണ്, 8ൻ്റെ വെയ്റ്റ് 10⁻1 ആണ്. 10⁻0 എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഏത് നമ്പറിനെയും 0 ചെയ്താൽ 1 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പം 10⁻0 1 ആയിരിക്കും. പിന്നെ 10⁻1 10 തന്നെയാണ് അല്ലേ. അപ്പം ഇതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ് ഇതാണ് അല്ലേ. അപ്പോൾ വെയ്റ്റ് ഓക്കെ ആയല്ലോ. വെയ്റ്റ് എപ്പോഴും റിലേറ്റീവ് പൊസിഷൻ നോക്കിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വെയ്റ്റ് നോക്കുന്നത് കൊണ്ട് തന്നെ ആ നമ്പർ സിസ്റ്റത്തിന് പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. ഇനി ഇപ്പോൾ 89.10 ഇത് ഒരു ഡെസിമൽ നമ്പറാണ്. ഇതിൽ ഓരോന്നിൻ്റെ വെയ്റ്റും നോക്കിക്കേ. ഇതെന്താണ്? 10⁻0 10⁻1. അപ്പോൾ ഇയാളുടെ വെയ്റ്റ് എങ്ങനെയാണ് കാണുക? ഒന്നുമില്ല, ഈ ബേസിൻ്റെ പവർ തന്നെ എടുക്കുക, -1 ആയിരിക്കും, ഇത് -2 ആയിരിക്കും, എക്സെട്ര -3 -4 എന്ന് ഇവിടെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ പോകും. ഓക്കെ ആണല്ലോ. ഇങ്ങോട്ട് വെയ്റ്റ് ഓരോന്നും ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഇങ്ങോട്ട് വെയ്റ്റ് ഓരോന്നും ഡിക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇവിടെ LSD എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന മീനിങ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. MSD എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. തേർഡ് PYQ കേട്ടോ. ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കും, ഇത് എന്താണെന്ന് ചോദിക്കും. ഈ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് കുറവുള്ള ഡിജിറ്റ്, ഇവിടെ വെയ്റ്റ് കൂടുതലുള്ള ഡിജിറ്റ്. അപ്പോൾ ഈ നമ്പറിൽ ആരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്? 0 അല്ലേ. 0ക്കല്ലേ 10⁻2 ആണ് ഏറ്റവും കുറവ് അല്ലേ. ഓക്കെ, ഇവിടെ 8 അല്ലേ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതാണ് MSD, ഇതാണ് LSD. ഓക്കെ ആണല്ലോ. ഇനി 89 മാത്രമാണെങ്കിൽ ഇയാളുടെ വെയ്റ്റ് എന്താണ്? 10⁻0, ഇയാളുടേത് 10⁻1. ആർക്കാണ് വെയ്റ്റ് കൂടുതൽ? ഈ ആൾക്കാണല്ലേ, MSD ആൾ, LSD ആൾ. ഓക്കെ ആണല്ലോ. ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. ഇനി 3.1 ഇയാളുടെ വെയ്റ്റ് 10⁻0, 10⁻1, 10⁻2 23.1 ഇയാളുടെ വെയ്റ്റ് 10⁻0, 10⁻1, 10⁻⁻1 അല്ലേ.
ഇതാണ് ഏറ്റവും വെയിറ്റ് കുറവ്, LSD ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഇത് MSD ഏറ്റവും വെയിറ്റ് കൂടുതൽ. അപ്പം നിങ്ങൾ വെയിറ്റ് കൂടുതലുള്ളതിനെ MSD എന്നും വെയിറ്റ് കുറവ് ഉള്ളതിനെ LSD എന്നും പറയും. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമും പഠിച്ചു വയ്ക്കുക. ഒരു നമ്പർ തന്നാൽ LSDയും MSDയും എഴുതാനും പഠിക്കും. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ ജസ്റ്റ് 23 ആണെങ്കിൽ ഏറ്റവും റൈറ്റ് സൈഡിലുള്ളത് LSD ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലുള്ളത് MSD ആയിരിക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇയാൾക്ക് അല്ലേ, ബൈ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാണ് കൊടുത്തത്. അതെന്താ മീൻ ചെയ്യുന്നത്, ബേസ് 2 ആണ് അല്ലേ. അതെന്താ മീൻ ചെയ്യുന്നത്, 2 സിമ്പിൾസ് ആണ് ഇവിടെ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ നമ്പർ സിസ്റ്റത്തിൽ. അത് 0യും 1ഉം ആണ് കേട്ടോ. 0യുടെയും 1ൻ്റെയും ഏത് കോമ്പിനേഷനും എടുക്കാം. 0 1 1 0 1 0 0 1 1 0 0 0 1 1 1 0 0 1 1 1. ഇതൊക്കെ ബൈനറിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ബൈനറി എഴുതുമ്പം എപ്പോഴും 2 എന്ന് കൊടുക്കുക, കാരണം ബേസ് 2 ആണല്ലോ. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ബേസ് 2 നമ്പർ സിസ്റ്റം എന്ന് ഇയാളെ വിളിക്കാം, കാരണം അതിൻ്റെ ബേസ് എന്താണ്, 2 ആണ് അല്ലേ. ഓക്കെ, ബേസ് 2 നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഒരു എക്സാമ്പിൾ എഴുതാം. 1001.01. ഇതൊരു എക്സാമ്പിളാണ്. നോക്കിക്കേ, ഇതിലും വെയിറ്റ് ഉണ്ട്. റിലേറ്റീവ് പൊസിഷൻ നോക്കിയിട്ടാണ് ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കാം. പൊസിഷണൽ നമ്പർ സിസ്റ്റം ഇതിനെയും വിളിക്കാം കേട്ടോ. ഓക്കെ. ഇനി നോക്കിക്കേ, ഇവരുടെ വെയിറ്റ് എങ്ങനെയാണ് കാണുക. വെയിറ്റ് കാണുമ്പം ആരെ കൈ പിടിക്കണം, അവരുടെ ബേസിന് പിടിക്കണം. എന്നിട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പം ഇൻക്രിമെൻ്റ് ചെയ്യൂ അല്ലേ. ഇവിടെ ഇയാളുടേത് ആദ്യം എഴുതാം. 10⁻0 10 അല്ല 2 അല്ലേ. അപ്പോൾ ബേസ് 2 ആണ്. അപ്പം ഓരോന്നിൻ്റെതും എഴുതി നോക്കിക്കേ. 2⁻0, ഓരോന്ന് പവർ ഇൻക്രിമെൻ്റ് ചെയ്ത് 2⁻1 2⁻2. ഇവിടെയോ 2⁻−1 2⁻−2 അല്ലേ. അപ്പം എങ്ങനെ എഴുതാം, ഇതിൻ്റെ പവറാണ് 2⁻2. ഇതാണല്ലോ ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് തന്നെ ഇത് MSD. ഇതിൻ്റെതാണ് 2⁻2 ഏറ്റവും കുറവ്, അതുകൊണ്ട് തന്നെ ഇത് LSD. ഇനി നോക്കിക്കേ, എനിക്ക് ഒരു ബൈനറി നമ്പറിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ക്വസ്റ്റ്യൻ എഴുതുക. 101നെയാണ് എനിക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്, ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം. 10.1 2 ബേസ് 2 ഈക്വൽ ടു ഡെസിമൽ. ഒരു ഡെസിമൽ നമ്പറിലോട്ട് എനിക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് അല്ലേ, ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എഴുതണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നോക്കിക്കേ, ഞാനൊരു 101 എടുത്തു, 1 എടുത്തു. എന്നിട്ട് 10.1 എടുത്തു. ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നമുക്ക് എഴുതാം. 2⁻−1 2⁻0 2⁻1. ഇങ്ങോട്ട് വെയിറ്റ് ബേസിൻ്റെ പവർ ഇൻക്രിമെൻ്റ് ചെയ്യും, ഇങ്ങോട്ട് ബേസിൻ്റെ പവർ ഡിക്രിമെൻ്റ് ചെയ്യും. അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ വെയിറ്റ് കാണുമ്പോൾ. ഇവിടെ ഇയാൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല, ഓരോ ഡിജിറ്റിനെയും പിടിച്ച് അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സമ്മ ചെയ്യുക. അത്രയേ ഉള്ളൂ. നോക്കാം, ഇതിൻ്റെ വെയിറ്റ് ഇതാണല്ലോ 1 × 2⁻1 പ്ലസ് ഇതിൻ്റെ വെയിറ്റ് ഇതാണല്ലോ 0 × 2⁻0. ഡെസിമൽ കഴിഞ്ഞാൽ ഡെസിമൽ പോയിൻറ്റിന് ഡെസിമൽ പോയിൻ്റ് തന്നെ എഴുതണം. 1 × 2⁻−1 1 × 2⁻−1. ഇയാൾ നമ്മൾക്ക് ആഡ് ചെയ്യാൻ കൂടെ കൂട്ടരുത്, ഇതിനെയും സെപ്പറേറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, നോക്കിക്കേ, 1 × 2 പ്ലസ് ഇത് 0 ആയി പോവും, കാരണം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ. ഇതെങ്ങനെയാണ് 1 × 2⁻−1 എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ, 2⁻−1 എങ്ങനെ എഴുതാം, 2⁻−1നെ 1/2 എന്ന് എഴുതാം. എങ്ങനെയാ, ഏത് നമ്പറും x⁻−y ആണെങ്കിൽ അതിൻ്റെ ഈ മൈനസ് ഒഴിവാക്കാൻ നേരെ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ, ഡിനോമിനേറ്റർ ആക്കി എഴുതാം. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെ എഴുതും, 1 × 1/2 1 എഴുതും. ഓക്കെ, 2 പോയിൻറ്റ് ഇവിടെ എന്താണ് 1/2 ആണല്ലേ ഉണ്ടാവുക. അപ്പം എങ്ങനെ എഴുതാം, 1/2 എന്ന് പറഞ്ഞാൽ 2.5 അല്ലേ, 0.5. ഓക്കെ ആണോ?
അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഇതേപോലെ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി നോക്കിക്കേ. 110.10. ഇതിനെ ഒന്ന് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇതിൻ്റെ വെയിറ്റ് എഴുതി വെക്കുക അല്ലേ? വെയിറ്റ് എഴുതുമ്പം ഇതിൻ്റെ ബേസിൻ്റെ പവറാണ് എഴുതുക. 2⁻0. 0യിൽ സ്റ്റാർട്ട് ചെയ്യണം. 2⁻1, 2⁻2 ഇൻക്രിമെൻറ്റ് ചെയ്ത് വരും. ഇങ്ങോട്ട് ഇയാളെ നോക്കുമ്പം സെപ്പറേറ്റ് എഴുതണം. 2⁻2 -1 -1ലാണ് സ്റ്റാർട്ട് ചെയ്യുക. 2⁻2 അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും അല്ലേ? ഇനി എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഡിജിറ്റിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2⁻2 പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2⁻0. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡെസിമൽ പോയിന്റ് ഇടുക. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അത്രയേ ഉള്ളൂ. ഡെസിമൽ പോയിന്റ് 1 × 2⁻1 പ്ലസ് 0 × 2⁻2. ഇവിടെ 1 × 2⁻2 എന്താണ്? 4 ആണ് അല്ലേ? പ്ലസ് ഇത് 2 ആണ്. ദെൻ ഇതെന്തായിപ്പോവും? 0 ആയിപ്പോവും. ഇതിൻ്റെ ആൻസർ 1 ആണ്, പക്ഷെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0 ആയിപ്പോവും. ദെൻ ഇത് 1 × 1/2 വരും. ഇത് 0 ആയിപ്പോവും. നെക്സ്റ്റ് എന്ത് വരും? 6.5 ആയിരിക്കും ആൻസർ വരിക. നിങ്ങൾക്കിത് ചെയ്യാൻ എളുപ്പമായിരിക്കും കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സം ചെയ്യാം. ഡെസിമൽ പോയിന്റിന് ശേഷവും മുൻപേയും ഉള്ളത് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ഒക്ടാൽ നമ്പർ സിസ്റ്റം. ഇതിന് ഞാൻ കൊടുത്ത നമ്പർ എന്തായിരുന്നു? 8 ആണല്ലേ? ഒക്ടോപ്പസിനെയൊക്കെ നമ്മൾ പറഞ്ഞു 8 ആണ് ഇതിൻ്റെ ബേസ്. അതിൻ്റെ മീനിങ് എന്താണ്? 8 സിമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത് ഇതിലുള്ള നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ. അപ്പോൾ ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7 ഇത്രയും നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 67 ഇതൊരു ഒക്ടാൽ നമ്പർ ആണെന്ന് നമ്മളുടെ അടുത്ത് ഒരാൾ പറഞ്ഞാൽ നമുക്ക് ഓക്കെ പറയാം അല്ലേ? കാരണം 6ഉം 7ഉം എന്താണ്? ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ഇതിൻ്റെ കോമ്പിനേഷനാണ്. 69 പറഞ്ഞാലോ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അതെന്തല്ല? ഒക്ടാൽ അല്ല എന്ന് നമുക്ക് ഉറപ്പാക്കി പറയാം, കാരണം 9 ഇതിലില്ല. ഓക്കെ ആണോ? 89ഓ? ഇതും നമുക്ക് പറയാം. 18ഓ? ഇതും ഒക്ടാൽ അല്ല എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ 67 ഇട്ടിട്ട് എന്ത് ചെയ്യുക? ഇവിടെ 8 എന്ന് കൊടുക്കുക. അല്ലാതെ നമുക്ക് 10 ആണോ, ബേസ് 10 നമ്പറാണോ, ബേസ് 8 നമ്പറാണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. ഓക്കെ. ഈ ഒക്ടാൽ നമ്പറിനെ നമുക്ക് ബേസ് 10 നമ്പർ സിസ്റ്റം എന്നും വിളിക്കാം അല്ലേ? ബേസ് 10 നമ്പർ സിസ്റ്റം എന്ന് വിളിക്കാം. പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കാം. കാരണം എന്താണ്? റിലേറ്റീവ് പൊസിഷൻ നോക്കിയിട്ടാണ് വെയിറ്റ് നോക്കുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, 67.1 കൊടുക്കാം. ഇതൊരു ഒക്ടാൽ നമ്പറാണ്. ഇതിൻ്റെ വെയിറ്റ് എങ്ങനെയാണ്? വെയിറ്റ് നോക്കുമ്പം എപ്പോഴും നമ്മൾ ബേസിനെ കയ്യിൽ പിടിക്കണം. ബേസിനെ കയ്യിൽ പിടിച്ചിട്ട് ഡെസിമൽ നമ്പറിൻ്റെ ഇങ്ങോട്ട് ബേസ് പവർ 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് വരും. ഇങ്ങോട്ട് -1ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിക്രിമെൻ്റ് ചെയ്ത് വരും. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കിക്കേ, അങ്ങനെയൊന്നും ആലോചിക്കണമെന്നില്ല. 8⁻0, 8⁻1 അല്ലേ? അങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ 8⁻1 അല്ലേ? നോക്കിക്കേ, ഇനി വെയിറ്റ് കണ്ടല്ലോ. ഇതിലിപ്പം LSD ആരാണ്? 6 ആണല്ലേ? കാരണം വെയിറ്റ് കൂടുതലുള്ള ആളാണ് LSD. അപ്പം MSD അല്ലേ? MSD വെയിറ്റ് കൂടുതലുള്ള ആൾ MSD, വെയിറ്റ് കുറവുള്ള ആൾ LSD. അപ്പോൾ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഏത് നമ്പറിനും 01.10 ഇതൊരു ബൈനറി ആണെങ്കിൽ ഇതിൻ്റെ LSD എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൻ്റെ MSD E0 ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് നിങ്ങൾ MSDയും LSDയും പറയാം കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ഒക്ടാൽ നമ്പറിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറി നമ്പർ, ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. 67.18 = ബേസ് 10. ഒരു ബേസ് 10 നമ്പർ അഥവാ ഡെസിമൽ നമ്പറായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഒന്നുമില്ല, നേരത്തെ ചെയ്ത സെയിം കലാപരിപാടി. എന്താണ്?
ഇതിൻ്റെ വെയിറ്റ് എടുക്കുക, വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഡെസിമൽ പോയിന്റിന് ശേഷവും മുൻപുള്ളത് സെപ്പറേറ്റ് ചെയ്യണം. വെയിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. 8^0, 8^1, 8^-1. നോക്കിക്കേ, 6 × 8^1 പ്ലസ് 7 × 8^0, ഡെസിമൽ പോയിന്റ് 1 × 8^-1. ഇനി നോക്കിക്കേ, 6 × 8 48 പ്ലസ് 7, ഇത് 1 അല്ലേ വരിക. ഏതൊരു നമ്പറിനെയും പവർ 0 ആണെങ്കിൽ 1 ആയിരിക്കും. ദെൻ 0.1 × 1/8 അല്ലേ, ഈക്വൽ ടു 55.01 സംതിങ് വരും. അത് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഒരുപാട് അങ്ങോട്ടുള്ള നമ്പേഴ്സ് ഒന്നും ചോദിക്കില്ല. ചോദിച്ചാലും നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഇവിടെ മനസ്സിലാക്കേണ്ടത് 8 ഒരു മൈനസ് സംഖ്യയാണെങ്കിൽ, x⁻⁻ നമ്പർ ആണെങ്കിൽ അത് 1/x⁻y എന്ന് എഴുതാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി പറയാം. ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൽ 23.10 ഒക്ടാലാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇപ്പം ഞാനിപ്പോൾ 108 എന്ന് കാണിക്കുമ്പം നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്, ഇത് ബൈനറി ആണോ. ഇവിടെ 8 എന്ന് എഴുതിയാൽ നിങ്ങൾ മസ്റ്റായിട്ടും അത് ഒക്ടാൽ നമ്പർ ആണെന്ന് നിങ്ങൾ കരുതണം. അതിലപ്പുറത്തേക്കൊന്നുമില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ഇവിടെ ബേസ് നോക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്ത് തരും, ഇത് ഒക്ടാൽ നമ്പർ ആണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയും. അപ്പോൾ നോക്കിക്കേ, ഇതിനെ എനിക്ക് എങ്ങോട്ട് മാറ്റണം, ഡെസിമലിലോട്ട് മാറ്റണം. ആദ്യം തന്നെ ഇതിൽ MSD പറഞ്ഞേ. MSD ഇതാണ് അല്ലേ, ഒന്നുമില്ല, കണ്ണ് കൂട്ടി എഴുതാം. നിങ്ങൾ വെയിറ്റ് നോക്കി കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. LSD ഇതാണ്. പിന്നെ ഡെഫിനിഷൻ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. കൂടുതൽ വെയിറ്റ് ഉള്ളതാണ് ഇത്, ഇത് കുറച്ച് വെയിറ്റ് ഉള്ളത്. ഓക്കെ ആണല്ലോ ഡിജിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇതിനെ ഒന്ന് എനിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇയാളുടെ വെയിറ്റുകൾ ഓരോന്നും എഴുതി വെക്കണം. 8^-1, 8^-2. ഇവിടെയോ 8^0, 8^1. ഇത് 0-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് -1-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇനി ഇതിനെ എനിക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 2 × 8^1 പ്ലസ് 3 × 8^0, ഡെസിമൽ പോയിന്റ് 1 × 8^-1 പ്ലസ് 0 × 8^-2. ഓക്കെ, ഇവിടെ 2 × 8^1 എത്രയാണ്, 16 പ്ലസ് ഇവിടെ ഇത് 1 ആകും അല്ലേ, പവർ 0 ആണ്. 3 × 1.1 അല്ലേ. അപ്പം 16 × 3 19.1/8. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, ഇതിന് ഞാനൊരു ബേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബേസ് എത്രയായിരുന്നു ഞാൻ കൊടുത്തത്, 16 അല്ലേ. എന്താ അത് മീൻ ചെയ്യുന്നത്, ബേസ് ഓർ റാഡിക്സ് എന്താ മീൻ ചെയ്യുന്നത്, നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ നമ്പർ സിസ്റ്റം അല്ലേ. ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് സിംബൽസ് 16 ആണ്. അത് ഏതൊക്കെയാണ് വരിക, 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 അല്ലേ. 0 മുതൽ 15 വരെ 16 നമ്പറായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1016 എന്ന് എഴുതിയാൽ നിങ്ങളിവിടെ കൺഫ്യൂഷൻ ആവില്ലേ? ഈ 10 എന്ന് പറയുന്നത്, 10 എന്ന് പറയുന്നത് 10 എന്ന് പറഞ്ഞ സിമ്പിളാണോ, 10 എന്ന് പറഞ്ഞ സിമ്പിളാണോ, അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ സിമ്പിളും 0 എന്ന് പറഞ്ഞ സിമ്പിളും സെപ്പറേറ്റ് ആക്കി എഴുതിയതാണോ? നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. അതോ ഈ 1 എന്ന് പറഞ്ഞ സിമ്പിളും 0 എന്ന് പറഞ്ഞ സിമ്പിളും എഴുതിയതാണോ, അല്ലെങ്കിൽ 10 എന്ന് പറഞ്ഞ സിമ്പിൾ തന്നെ എഴുതിയതാണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ABCDEF ഇയാൾക്ക് വേറെ പേരങ്ങ് കൊടുത്തു. 10 എന്നുള്ളത് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇവരെ ABCDEF എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലാക്കാം, 1016 എന്ന് പറഞ്ഞാൽ ഈ 1ഉം ഈ 0യും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. A16 എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണ്.
ഇനി ഇതും ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. പിന്നെ എന്താണ്, ഇത് ഒരു ബേസ് 16 നമ്പർ സിസ്റ്റം എന്ന് ഇതിനെ വിളിക്കുന്നു. പിന്നെ ഇതിന് വെയിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. വെയിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റിലേറ്റീവ് പൊസിഷൻ, അതൊക്കെ നിങ്ങൾക്കറിയാം. നോക്കിക്കോ. ഇനി ഞാനൊരു എക്സാമ്പിൾ എഴുതുകയാണ്. 2A ഇതൊരു 16 ബേസ് 16 നമ്പറാണ്. ഈ എ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു 16 ബേസ് 16 നമ്പറാണ്. പിന്നെ ഇതിനെ എനിക്കൊന്ന് ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. നോക്കിക്കേ, 2A ഇതിൻ്റെ വെയിറ്റ് ആദ്യം കൊടുക്കുക അല്ലേ. വെയിറ്റ് എപ്പോഴും കൊടുക്കുമ്പം നമ്മൾ അതിൻ്റെ ബേസ് പിടിക്കണം. 16⁻0, 16⁻1 എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു ബുദ്ധിമുട്ടുമില്ല. സെയിം പാറ്റേൺ 2 × 16⁻1 പ്ലസ് A × 16⁻0. അപ്പം നിങ്ങൾ ഈ എക്ക് എന്ത് വാല്യൂ കൊടുക്കും? കൺഫ്യൂഷൻ ആയല്ലോ. എക്ക് എന്ത് വാല്യൂ കൊടുക്കും? ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് പിടിച്ച് 10 കൊടുക്കണം. 2 × 16 പ്ലസ് 10 × 16⁻0 എന്താ? 1 അല്ലേ. ഓക്കെ, 32 പ്ലസ് 10 ഓക്കെ ആണല്ലോ. 42 ആണ് ആൻസർ വരിക. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൊടുക്കണം. ഇനി ഒരു എക്സാമ്പിൾ പറയാം. 3A പോയിൻ്റ് B ഇതിനെ ഒന്ന് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ബേസ് 10ലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ബേസ് ഓരോന്നിൻ്റെ വെയിറ്റ് എഴുതുക. 16⁻0, 16⁻1. ഈ 16 വെച്ചിട്ടാട്ടോ എഴുതുന്നത്. 16⁻−1. ഓക്കെ, എന്നിട്ട് 3 × 16⁻1 പ്ലസ് 10 × ഇത് 10 അല്ലേ. 10 × 16⁻0. ഡെസിമൽ പോയിൻ്റ് അതേപോലെ എഴുതുക. ഡെസിമൽ പോയിൻറ്റിൻ്റെ മുമ്പേ ഉള്ളതും ശേഷമുള്ളതും സെപ്പറേറ്റ് എഴുതണം. B 11 അല്ലേ. 11 × 16⁻−1. ഓക്കെ, എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 11 × 1/16⁻1 എന്ന് എഴുതി കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ, ഡൗട്ടില്ലല്ലോ. ഇവിടെ 3 × 16 എന്താണെന്ന് എഴുതുക. 10 × 1 10 തന്നെ ആയിരിക്കും. 3 × 16 എന്താണ്? 32, 38, 48 അല്ലേ. 48 അഥവാ 58 പോയിൻ്റ് ഈ ഒരു കാൽക്കുലേഷനും ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ ആണല്ലോ, അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾക്ക് ഇങ്ങോട്ട് പോകാം, പിറകിലോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്പർ സിസ്റ്റം എന്താണെന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചൂലേ? ഇവിടെ നിന്ന് വരാനുള്ള PYQs. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് നമ്പർ സിസ്റ്റം? വാട്ട് ഈസ് നമ്പർ സിസ്റ്റം? ഒരു PYQ ഉണ്ടായിരുന്നു. പിന്നെ ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചതാണ്. ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം, ഓരോ നമ്പർ സിസ്റ്റവും എഴുതുക. അതിൻ്റെ ബേസ് ഓരോന്നിനും യുണീക്കായിട്ടുള്ള ബേസ് ഉണ്ടെന്ന് എഴുതുക. ഇതിൻ്റെ ബേസ് 10 ആണ്, ഇത് 2 ആണ്, ഇത് 8 ആണ്, ഇത് 16 ആണെന്ന് എഴുതുക. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് എഴുതുക. 0 to 9 വരെ, ഇതിൽ 0 and 1, ഇതിൽ 0 to 7 വരെയുള്ള നമ്പേഴ്സ്, ഇതിൽ 0 to 9, പിന്നെ A, B, C, D, E, F. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. A കറസ്പോണ്ടിങ് ടു 10 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. പിന്നെ മസ്റ്റായിട്ട് എക്സാമ്പിൾ എഴുതണം കേട്ടോ. ഓരോ നമ്പർ സിസ്റ്റത്തിനും ഓരോരോ എക്സാമ്പിൾ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? 1010 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ 102 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ 207 എന്ന് എഴുതാം, 8 എന്ന് എഴുതാം, അല്ലെങ്കിൽ 108 എന്ന് എഴുതിയാലും മതിയില്ലേ. ഡിഫറെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാം. പക്ഷേ അതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് യൂസ് ചെയ്തിട്ടേ എഴുതാൻ പറ്റുള്ളൂ. അതിൻ്റെ കോമ്പിനേഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ്, എന്താണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ്? ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഈസ് നമ്പർ ഓഫ് സിമ്പിൾസ് ഇൻ നമ്പർ സിസ്റ്റം എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വാട്ട് ഈസ് ബേസ് അല്ലെങ്കിൽ വാട്ട് ഈസ് റാഡിക്സ് എന്ന് ചോദിക്കും. ഓക്കെ ആണല്ലോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, LSD MSD ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും. ഒരു നമ്പർ തന്നിട്ട് അതിൽ LSDയും MSDയും കാണിക്കാൻ പറയും. 23.10 ആണെങ്കിൽ ആദ്യം കാണുന്നത് MSD ആണെന്ന് നിങ്ങൾക്ക് പറയാം, ഇവിടെ LSD ആണെന്നും പറയാം. ഇതിനായിരിക്കും കൂടുതൽ വെയിറ്റ്, ഇതിനായിരിക്കും കുറവ് വെയിറ്റ്. ഓക്കെ ആണല്ലോ.
ഒരു ഡൗട്ടും ഇല്ലല്ലോ. പകുതി പോർഷൻ നമ്മൾ കഴിഞ്ഞു.